കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബി ടീമായിട്ട് മാറുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ഇവിടുത്തെ നിഷ്പക്ഷവും നീതിപൂർവവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള സംസ്ഥാന സർക്കാർ തല ഗൂഢാലോചനയിൽ, സംസ്ഥാന സർക്കാരും CPM-ഉം തമ്മിൽ ചേർന്നിരിക്കുന്ന ഗൂഢാലോചനയിൽ കേരളത്തിൽ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന CEO ഉൾപ്പെടെയുള്ള ആൾക്കാർ അകപ്പെട്ടിരിക്കുന്നു എന്ന് BJPക്ക് ഉത്കണ്ഠയുണ്ട്. BJP സംശയിക്കുന്നു. NGO യൂണിയന്റെ സഖാക്കന്മാർ കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനം മുഴുവൻ അട്ടിമറിക്കുകയാണ്, അതിൽ കടന്നുകയറിയിരിക്കുകയാണ്. CPM സഖാക്കന്മാർക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഇന്ന് കേരളത്തിൽ പൊതുവെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ, NDAയുടെ ചെയർമാനും BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന നേമം മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് BJPയുടെ സീൽ ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക കത്തിടപാടിൽ ഉൾപ്പെട്ടതിനെ സംബന്ധിച്ചൊരു വിവാദമുണ്ടായിരുന്നു. ദൗർഭാഗ്യവശാൽ ആ വിവാദം BJPയുടെ പുറത്തേക്ക് ചാരാനാണ് ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാർ ശ്രമിച്ചത്. അതൊരു വലിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു എന്ന് ഇപ്പോൾ ബോധ്യം വന്നിരിക്കുകയാണ്. ആ സീല് BJPയുടെ താമര ചിഹ്നമുള്ള BJPയുടെ ഒഫീഷ്യൽ സീല് ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക രേഖയിൽ പതിപ്പിച്ചത്, അതിന് ഉത്തരവാദിയായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ശ്രീ ജയ്സിൽ P. അസീസാണ്. ഈ ജയ്സിൽ P. അസീസ് എന്ന് പറയുന്നത് NGO യൂണിയന്റെ സെക്രട്ടേറിയറ്റിനകത്തുള്ള സമുന്നത നേതാവാണ്. ഈ അടുത്ത കാലത്ത് ജോലിക്ക് പ്രവേശിച്ച അദ്ദേഹത്തിന് DYFIയും SFIയും ഒക്കെയായിട്ടുള്ള ബന്ധം പരിഗണിച്ച് അയാളെ ഇലക്ഷൻ കമ്മീഷനിലേക്ക് ഡെപ്യൂട്ടേഷനിൽ വിടുകയും അയാളാണ് ഇത്തരത്തിലുള്ളൊരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ നിന്നതെന്നും അതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു. ഇത് മനസ്സിലാക്കുന്നത്, ഇത് സൂചിപ്പിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനിൽ BJPക്കെതിരായിട്ട് നടക്കുന്ന ഗൂഢാലോചനയുടെ ഉദാഹരണമാണ്. ഇവിടെ ഇലക്ഷൻ കമ്മീഷനിലെ ചില ഉദ്യോഗസ്ഥന്മാരും CPM-ഉമായിട്ടൊരു ഡീല് നടക്കുന്നു, CPM-ഉം കോൺഗ്രസുമായിട്ടൊരു ഡീല് നടക്കുന്നു, SDPIയും ജമായത്ത് ഇസ്ലാമിയും ഇടതും വലതുമായിട്ടൊരു ഡീല് നടക്കുന്നു. ഈ എല്ലാ ഡീലുകളും BJPയെ എങ്ങനെ തോൽപ്പിക്കാം, BJPയെ എങ്ങനെ പിന്നാക്കം അടിപ്പിക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിട്ട് മാറുകയാണ്. ഇതിനെല്ലാം അതിജീവിച്ച് BJPയും NDAയും കേരളത്തിൽ അതിശക്തമായിട്ട് മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. BJPയുടെ NDAയുടെ മുന്നോട്ടുള്ള പോക്കിൽ വിഭ്രാന്തരായിട്ടുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാ ആയുധങ്ങളും എടുത്ത്, എല്ലാ അസാൻമാർഗിക പ്രവൃത്തിയും ചെയ്ത്, എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി, എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ട് BJPക്കെതിരെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള കാര്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ ഭാഗവാക്കാകുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. നമുക്കറിയാം, നേമം നിയോജക മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരായിട്ടുള്ള സ്ഥാനാർത്ഥി കേരളത്തിൻ്റെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയാണ്. ഈ ശിവൻകുട്ടി, കേരളത്തിൻ്റെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി മത്സരിക്കുന്ന നേമത്ത് റിട്ടേണിംഗ് ഓഫീസറെ ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ 5 വർഷമായിട്ട് ശിവൻകുട്ടിയുടെ കീഴുദ്യോഗസ്ഥനായിട്ടുള്ള ലേബർ ഓഫീസറെയാണ്. ലേബർ ഓഫീസർ, റിട്ടേണിംഗ് ഓഫീസറായിട്ടിരിക്കുന്ന തൊഴിൽ വകുപ്പ് മന്ത്രി മത്സരിക്കുന്ന നേമം നിയോജക മണ്ഡലത്തിൽ തൊഴിൽ വകുപ്പിലെ ലേബർ ഓഫീസർ റിട്ടേണിംഗ് ഓഫീസറായിട്ടിരിക്കുമ്പോൾ അയാൾക്ക്, ആ റിട്ടേണിംഗ് ഓഫീസർക്ക് താഴെയായിട്ട് പ്രവർത്തിക്കുന്ന പോളിംഗ് ഓഫീസർമാർ 100-ലേറെ ആൾക്കാർ ഇതേ ശിവൻകുട്ടിയുടെ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ്.
ഇത് എവിടെയെങ്കിലും കേട്ടുകേഴ്വിയുള്ളതാണോ? ഇങ്ങനെ ലേബർ മന്ത്രിയും ലേബർ ഉദ്യോഗസ്ഥന്മാരും ഒരു സ്വതന്ത്രമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരായിട്ടിരുന്നു കൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു പ്രവണതയാണ് ഇന്ന് ഈ നേമം നിയോജക മണ്ഡലത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കാണാനുള്ള കണ്ണ് കേരളത്തിലെ സിഇഒയ്ക്ക് ഇല്ലേ എന്നാണ് BJP ചോദിക്കുന്നത്. ഇവിടുത്തെ സിഇഒയുടെ അസിസ്റ്റൻ്റായിട്ട് നിയമിച്ചിരിക്കുന്ന അഡീഷണൽ സിഇഒ ജെറോമിക് ജോർജ് ഉണ്ട്. അഡീഷണൽ സിഇഒ ആയിട്ടുള്ള ജെറോമിക് ജോർജ് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ചില ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എല്ലാവരും വിവാദമുണ്ടാക്കുന്ന നേതാക്കന്മാർ, വിവാദമുണ്ടാക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ, സ്വജന പക്ഷപാതം കാണിക്കുന്ന ആൾക്കാർ, രാഷ്ട്രീയ താല്പര്യമുള്ള ആൾക്കാർ, മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ കീഴിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വലിയ നിര, 100-ൽ പരം ഉദ്യോഗസ്ഥന്മാരുടെ നിര, ഇതൊക്കെ വച്ചിട്ട് നേമം നിയോജക മണ്ഡലത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മുഴുവനായി ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയാണ് CPM-ഉം ഇലക്ഷൻ കമ്മീഷനിലെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ BJP NDA കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന സിഇഒയ്ക്ക് പരാതി നൽകിയിട്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാരും സർക്കാരും തമ്മിൽ ഒരു ഡീലാണ് നടക്കുന്നത്. കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ സംവിധാനം ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ B ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് അങ്ങേയറ്റം അപകടകരമാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ഈ ഇലക്ഷൻ സംവിധാനത്തിൽ നിന്ന് മാറ്റാൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇടപെടണമെന്നാണ് BJP ആവശ്യപ്പെട്ടിരിക്കുന്നത്.